അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺവല്യൂഷൻ തിയറം ആണ്. കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്നത് ഇതാണ്. Let L1 of f1 of t is equal to small f1 of s and L of capital F2 of t is equal to small f2 of s. Then L inverse of f1 of x into f2 of s is equal to integral 0 to t capital F1 of t minus z capital F2 of z dz ആണ്. ഓക്കെ, അതായത് ക്യാപിറ്റൽ F1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം സ്മോൾ f1ഉം ക്യാപിറ്റൽ F2ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം സ്മോൾ f2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ക്യാപിറ്റൽ F1ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് സ്മോൾ f1, ക്യാപിറ്റൽ F2ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് സ്മോൾ f2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ, അതായത് f1 ഓഫ് എസും f2 ഓഫ് എസും അതുങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ടി ക്യാപിറ്റൽ F1 ഓഫ് ടി മൈനസ് z ക്യാപിറ്റൽ F2 ഓഫ് z dz ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു ഫോമുല വെച്ചിട്ട് നമ്മൾ 3 പ്രോബ്ലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, find the inverse Laplace transform of L inverse of s plus 2 by s square plus 4s plus 5 whole square. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മൊത്തത്തിലുള്ള, അതായത് എസ് പ്ലസ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഹോൾ സ്ക്വയറിനെ നമ്മളൊരു സ്പ്ലിറ്റിംഗ് ഫോമിലാക്കണം. അതായത് നമുക്കറിയാം ഇവിടെ നോക്കി ഈ ഫോമിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ എൽ ഇൻവേഴ്സിനകത്ത് വന്നിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റ് ആയിരിക്കണം, F1 ഓഫ് എസ് ഇൻറ്റു F2 ഓഫ് എക്സ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ ഒരു എസ് പ്ലസ് 2 ഉണ്ടല്ലോ, താഴെയും ഒരു എസ് പ്ലസ് 2 എന്നുള്ള ഫോമിൽ കൊണ്ടുവരാനായിട്ട് ഡിനോമിനേറ്റർ എടുക്കുന്നു. ഡിനോമിനേറ്റർ എന്തായിരുന്നു? എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 എടുത്തിട്ട് നമ്മളതിനെ എസ് പ്ലസ് 2 എന്നുള്ള ഫോമിലോട്ട് ആക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. അപ്പോൾ 5 നോക്കിയപ്പോൾ 5നെ 4+1 എന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 4ൽ നിന്നും നമുക്കെന്താ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 4 എസ് സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, അത് വെച്ചിട്ട് നമുക്ക് എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൊടുക്കാം, ഈ എൽ ഇൻവേഴ്സിനകത്തോട്ട് കൊടുക്കാം. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഹോൾ സ്ക്വയറാണ്. നമ്മളെ കയ്യിൽ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 എന്താ? എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1. സോ എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞുണ്ട് ജസ്റ്റ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ബൈ എന്താ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1നെ എങ്ങനെ എഴുതി? 1 സ്ക്വയർ എന്ന് എഴുതി, 1 സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നും പറഞ്ഞ് എഴുതി. ക്ലിയർ? അതേപോലെ തന്നെ അതിനകത്ത് ആ 1നെ നമ്മൾ 1 സ്ക്വയർ എന്നും കൂടെ എഴുതി. ഇനി നോക്കേ, മുകളിലുള്ള എസ് പ്ലസ് 2നെ എങ്ങനെ എഴുതാം? എസ് പ്ലസ് 2 ഇൻറ്റു 1 എന്ന് എഴുതിക്കൂടി. എസ് പ്ലസ് 2 ഇൻറ്റു 1 എസ് പ്ലസ് 2 എന്നല്ലേ. അതായത് ആ പ്രോഡക്റ്റ് ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയും കൂടെ സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ഇൻറ്റു 1 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി എ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു എ എന്ന് എഴുതാം. അപ്പോൾ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഹോൾ സ്ക്വയർ, അതിൻ്റെ ഹോൾ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? അത് ഇൻറ്റു അത് അങ്ങനെയുള്ള ഫോമിൽ എഴുതിക്കൂടി. അതായത് എ സ്ക്വയർ ആണെങ്കിൽ എ ഇൻറ്റു എ. അപ്പം എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഹോൾ സ്ക്വയറിന് എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു പ്രോഡക്റ്റ് ഇല്ലേ, നമ്മളതിന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 1 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. കിട്ടിയല്ലോ. ഇതിൽ ഫസ്റ്റ് പാർട്ടിനെ സ്മോൾ F1 ഓഫ് എസ് എന്നും വിളിച്ചു, സെക്കൻഡ് പാർട്ടിനെ എന്ത് വിളിച്ചു? സ്മോൾ F2 ഓഫ് എസ് എന്നും വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമ്മളങ്ങനെ വിളിച്ചാൽ നമുക്ക് ആ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഫോമിലായി. അതായത് ഈ ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇപ്പോൾ ഏത് ഫോമിലായി? എൽ ഇൻവേഴ്സ് ഓഫ് F1 ഓഫ് എസ് ഇൻറ്റു F2 ഓഫ് എസ്. ഇനി നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് കൺവല്യൂഷൻ തിയറം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കൺവല്യൂഷൻ തിയറം അങ്ങോട്ട് എഴുതി വെക്കും. എന്താ കൺവല്യൂഷൻ തിയറം? ഇൻ്റഗ്രൽ 0 ടു ടി F1 ഓഫ് ടി മൈനസ് z F2 ഓഫ് z dz. ഇനി F1ഉം F2 ഞാൻ പറഞ്ഞു, ക്യാപിറ്റൽ F1 എന്ന് പറയുന്നത് സ്മോൾ F1ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, എൽ ഓഫ് F1 ഓഫ് ടി ആണ് സ്മോൾ F1 ഓഫ് എസ്. അപ്പോൾ ക്യാപിറ്റൽ F1 ഓഫ് ടി എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് F1 ഓഫ് എസ് ആണ്. എൽ ഓഫ് ക്യാപിറ്റൽ F2 ഓഫ് ടി ആണ് സ്മോൾ F2 ഓഫ് എസ്. സോ ക്യാപിറ്റൽ F2 ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് സ്മോൾ F2 ഓഫ് എക്സ്. അപ്പം ക്യാപിറ്റൽ F1ഉം ക്യാപിറ്റൽ F2ഉം കണ്ടുപിടിച്ചിട്ട് ഈ കൺവല്യൂഷൻ തിയറത്തിൻ്റെ ആ ഇൻ്റഗ്രലിനകത്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പം നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് F1 ഓഫ് എസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്, എങ്കിലേ ക്യാപിറ്റൽ F1 ഓഫ് ടി കിട്ടത്തുള്ളൂ. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എന്താ? സ്മോൾ F1 ഓഫ് എസ് എന്തായിരുന്നു? നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എന്താ? എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ.
ഇനി ഇതിനൊക്കെയുള്ള ഫോർമുലാസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആകെപ്പാട് നമ്മളെ കയ്യിലുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് എ ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്താ e⁻ ഇൻറ്റു കോസ് കെ ടി ആണ് അല്ലേ. ഇവിടെ S+2 ആണ്. അപ്പം ആ +2 ഉള്ളിടത്തെല്ലാം -2 ആക്കിയാൽ മതി. പക്ഷെ നമുക്കറിയാം +2 എന്ന് പറഞ്ഞാൽ എന്താണ് -2 ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് -2 ബൈ എസ് മൈനസ് -2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ ആ ഫോർമുല അനുസരിച്ച് എ ഇവിടെ -2 ആണ്, കെ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്താ e⁻2t ഇൻറ്റു കോസ് ടി, അതാണ് നമ്മളുടെ ക്യാപിറ്റൽ F1 ഓഫ് ടി. ഇനി എന്താ ക്യാപിറ്റൽ F2 ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് എൽ ഇൻവേഴ്സ് ഓഫ് F2 ഓഫ് എസ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് F2 ഓഫ് എസ് എന്താ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ S+2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. പക്ഷേ അവിടെയും നമുക്കറിയാവുന്ന ഒരു ഫോർമുല ഇതാണ്. എൽ ഇൻവേഴ്സ് ഓഫ് S−1 ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്താണ് e⁻at ഇൻറ്റു സൈൻ കെ ടി ആണ്. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയാൽ ഫോമൊക്കെ ഏകദേശമാണ്. പക്ഷേ പ്ലസ് എക്ക് പകരം എന്താ -a തന്നെ വരണം. ഇവിടെ എയുടെ സ്ഥാനത്ത് +2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, +2നെ നമുക്കറിയാം -2 എന്ന് എഴുതാം. അപ്പോൾ ഈ ഫോമിൽ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് -2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എന്താ കെ എന്ന് പറയുന്നത് 1 ആയി, എ എന്ന് പറയുന്നത് -2 ആയി. അപ്പോൾ ഈ ഫോമിലയിൽ കൊടുക്കുമ്പോൾ e⁻2t ഇൻറ്റു സൈൻ ടി, അതാണ് നമ്മളുടെ ക്യാപിറ്റൽ F2 ഓഫ് ടി. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫോമുലയ്ക്കകത്തോട്ട് അങ്ങ് കൊടുത്താൽ മതി. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് F1 ഓഫ് എസ് ഇൻറ്റു F2 ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് S+2 ബൈ എന്താ S+2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു എന്ത് കിട്ടും 1 ബൈ S+2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ which is equal to integral 0 to t capital F1 of t minus z into capital F2 of z dz. Capital F1 of t raised to -2t into cos t ആണെങ്കിൽ capital F1 of t minus z എന്ന് പറഞ്ഞാൽ എന്താ t ഉള്ളിടത്തെല്ലാം t minus z കൊടുക്കുക. അപ്പോൾ raised to -2 into t minus z into cos t minus z. And F2 of z എന്ന് വെച്ചാൽ എന്താണ് F2 of t raised to -2t sin t ആണ്. അപ്പോൾ F2 of z എന്ന് പറഞ്ഞാൽ raised to -2z sin z ആണ്. അത് കൊടുക്കുമ്പോൾ integral 0 to t e⁻2 into t minus z into cos t minus z into e⁻2z into sin z dz. ഇവിടെ e⁻2 into t minus z എങ്ങനെ എഴുതാം, e⁻2t plus 2z എന്ന് എഴുതാം. അതുപോലെ ഇവിടെ ഒരു e⁻2z ഉണ്ട്. അപ്പോൾ a⁻m into a⁻n എന്താ a⁻m plus n. അപ്പം integral 0 to t e⁻2t into plus 2z plus -2z into cos of t minus z into sin z dz. അപ്പോൾ ആ +2ഉം +2z -2z ക്യാൻസലായി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും, integral 0 to t e⁻2t into cos t minus z into sin z dz എന്ന് പറഞ്ഞ് വരും അല്ലേ. ഇനി ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു z അല്ലേ. അപ്പോൾ എന്നാൽ t വരുന്ന ആൾക്കാർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ആരാ e⁻2t. അപ്പോൾ അത് പുറത്തെടുക്കാം. e⁻2t into integral 0 to t cos of t minus z into sin z dz. ഇനി ഞാൻ ഒരു ഫോർമുല ട്രിഗണോമെട്രിക് ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഫോർമുല എന്ന് പറഞ്ഞാൽ 2 sin a cos b = sin of a plus b sin of a minus b. അപ്പോൾ നമുക്ക് sin a cos b എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. sin z cos t minus z 2ഉം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫോമിൽ അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 മൾട്ടിപ്ലൈ ചെയ്ത് ചേഞ്ച് ചെയ്യാതിരിക്കാൻ 2 ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ ആ ഡിവൈഡ് ചെയ്ത 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തെടുത്തു. അപ്പോൾ 1/2 into e⁻2t into integral 0 to t 2 sin z into cos of t minus z dz. അപ്പോൾ ആ ഫോമുല വെച്ചിട്ട് 2 sin a cos b എന്താ sin of a plus b sin of a minus b. ഇവിടെ എയുടെ സ്ഥാനത്ത് z ബിയുടെ സ്ഥാനത്ത് t minus z a plus b. അപ്പോൾ z sin of z plus t minus z plus sin of z minus t minus z dz. എന്നിട്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 1/2 into integral e⁻2t integral 0 to t sin z plus minus z plus z minus z ഫസ്റ്റ് പാർട്ടിൽ പ്ലസ് z ഫസ്റ്റ് പാർട്ടിൽ പ്ലസ് z മൈനസ് z പോയി, പിന്നെ ആര് മാത്രമുണ്ട് t. ഇപ്പോൾ സൈൻ t പ്ലസ് ഇവിടെ നമ്മൾ ഈ അകത്തുള്ള ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ഓഫ് z മൈനസ് t പ്ലസ് z dz എന്ന് പറഞ്ഞ് വരും. അവിടെയും എന്താ ഈ ഇസഡും ആഡ് ചെയ്തും കിട്ടും 2z എന്ന് പറഞ്ഞ് കിട്ടും. സോ 1/2 into e⁻2t integral 0 to t sin t plus sin 2z minus t dz എന്ന് പറഞ്ഞ് വരും. ഇനി ഇതൊരു സം അല്ലേ, അകത്തോട്ട് ഈ ഇൻ്റഗ്രൽ കൊടുക്കാം. സോ 1/2 into e⁻2t into integral 0 to t sin t dz plus integral 0 to t sin of 2z minus t dz എന്ന് പറഞ്ഞ് വരും അല്ലേ. ഇനി ഈ സൈൻ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു z ആയതുകൊണ്ട് സൈൻ ടി കോൺസ്റ്റൻ്റ് ആണ്. സോ സൈൻ ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t 1 dz പ്ലസ് ഇൻ്റഗ്രൽ 0 to t സൈൻ ഓഫ് 2z മൈനസ് ടി dz എന്ന് പറഞ്ഞ് വരും. ഇൻ്റഗ്രേഷൻ 1 dz എന്താണ് ടി ആണ്, ലിമിറ്റ് ഫ്രം 0 to t പ്ലസ് ഇൻ്റഗ്രൽ സൈൻ എന്ന് വെച്ചാൽ എന്താ മൈനസ് കോസ്.
ഇവിടെ 2z മൈനസ് ടി ആണ് എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. സോ മൈനസ് കോസ് ഓഫ് 2z മൈനസ് ടി ബൈ എന്താണ് ഈ അകത്ത് കിടക്കുന്നതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിനോമിനേറ്റർ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു സെഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ 2z ഡെറിവേറ്റീവ് 2 ആണ്, മൈനസ് 0 ടി കോൺസ്റ്റൻ്റ് ആണ്. സോ മൈനസ് കോസ് 2z മൈനസ് ടി ബൈ 2 ലിമിറ്റ് ഫ്രം 0 ടു ടി ആണല്ലോ. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്തു, ടിക്കാണ് നമ്മൾ ലിമിറ്റ് കൊടുത്തു. സോ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ 1 dz എന്ന് പറഞ്ഞാൽ ടി അല്ല ഇസഡ് ആണ്. സോ ഇസഡ് ഫ്രം 0 ടു ടി എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഇസഡിന് ടി കൊടുക്കുമ്പോൾ ആദ്യം ടി മൈനസ് 0 വരും. ഇവിടെ എന്താ ഇസഡിനാണ് നമ്മൾ ടി കൊടുക്കേണ്ടത്. അപ്പം 1/2 പുറത്തെടുക്കുക കോൺസ്റ്റൻറ്റ്. അപ്പം മൈനസ് കോസ് ഓഫ് 2t മൈനസ് ടി മൈനസ് കോസ് ഓഫ് ഇനി ഇസഡിന് 0 കൊടുക്കണം. അപ്പോൾ 2 × 0 0 ആവും, 0 മൈനസ് ടി. ദറ്റ് ഈസ് 1/2 × e മൈനസ് 2t സൈൻ ടി ഇൻറ്റു ടി മൈനസ് 0 ടി ആണ്. 1 + 1/2 ഇൻറ്റു മൈനസ് കോസ് ടി, അതായത് കോസ് 2t മൈനസ് ടി, പുറത്തൊരു മൈനസ് ഉണ്ട്. അപ്പോൾ എന്താ ടി മൈനസ് കോസ് ടി പ്ലസ് മൈനസും പ്ലസ് ആവും. കോസ് ഓഫ് 0 മൈനസ് ടി എന്താ കോസ് ഓഫ് മൈനസ് ടി. കോസ് ഓഫ് മൈനസ് ടി എന്താണ് കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ് കോസ് തീറ്റ എന്നാണ്. സോ 1/2 × e മൈനസ് 2t ടി സൈൻ ടി പ്ലസ് 1/2 ഇൻറ്റു മൈനസ് കോസ് ടി പ്ലസ് കോസ് ടി. ഇതങ്ങ് എന്തായി പോവും, 0 ആയി പോവും. 0 ആയി പോയിട്ട് നമുക്ക് എന്ത് വരും, 1/2 × e മൈനസ് 2t ടി സൈൻ ടി എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ L ഇൻവേഴ്സ് ഓഫ് s + 2/s² + 4s + 5 ഹോൾ സ്ക്വയർ. ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു, ആ ഒരു പ്രോഡക്റ്റ് ഇതാണെന്ന് കിട്ടി. ക്ലിയർ, ഈസി അല്ലേ? ഇനി അടുത്തത് ഇതേപോലെ തന്നെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് വരുമ്പം ഡിനോമിനേറ്റർ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഡിനോമിനേറ്ററിലും ആ ന്യൂമറേറ്റർ വരുന്ന അതേ ഫോം കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ s² + 2s + 2 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ എടുത്തു. അവിടെയും s + 1 എന്ന് പറയുന്ന ഫോം കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കോൺസ്റ്റൻറ്റ് ടൈം ആയിട്ടുള്ള 2നെ എനിക്ക് 1 + 1 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം. സോ s² + 2s + എന്താ പിന്നെ ഈ കിടക്കുന്ന 1നെ എങ്ങനെ എഴുതാം, 1² എന്ന് എഴുതാം. അപ്പോൾ s² + 2s + 1² + 1 എന്ന് എഴുതാം. ഇനി s² + 2s + 1² എങ്ങനെ എഴുതാം, a² + 2ab + b², അതായത് a + b ഹോൾ സ്ക്വയർ + 1. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് s + 1/s² + 2s + 2 ഹോൾ സ്ക്വയർ = L ഇൻവേഴ്സ് ഓഫ് s + 1 ഇതിനെ എങ്ങനെ എഴുതാം, ഇതിനകത്ത് കിടക്കുന്ന ആളിനെ എങ്ങനെ എഴുതാം, s + 1 ഹോൾ സ്ക്വയർ + 1. പിന്നെ മൊത്തത്തിലൊരു ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഹോൾ സ്ക്വയർ എഴുതാമല്ലോ. ഇനി ഇത് a² ഫോമിലല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ a² ഫോമിൽ, അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് a × a എന്നുള്ള ഫോമിൽ എഴുതാം. ഇവിടെ എയുടെ സ്ഥാനത്ത് s + 1 ഹോൾ സ്ക്വയർ + 1² ആണ്. പിന്നെ മുകളിലുള്ള s + 1ന് s + 1 × 1 എന്ന് എഴുതി. സോ L ഇൻവേഴ്സ് ഓഫ് s + 1 × 1 ബൈ എന്താണ് s + 1 ഹോൾ സ്ക്വയർ + 1 × s + 1 ഹോൾ സ്ക്വയർ + 1 ആണല്ലോ. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. L ഇൻവേഴ്സ് ഓഫ് s + 1/s + 1 ഹോൾ സ്ക്വയർ + 1 × 1/s + 1 ഹോൾ സ്ക്വയർ + 1 എഴുതിയല്ലോ. ഇനി ഇതിനെന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് പാർട്ടിനെ f1 of s എന്ന് വിളിച്ചു, സെക്കൻഡ് പാർട്ടിനെ f2 of s എന്ന് വിളിച്ചു. അതായത് L ഇൻവേഴ്സ് ഓഫ് f1 of s × f2 of s. f1 of s എന്ന് പറഞ്ഞാൽ s + 1/s + 1 ഹോൾ സ്ക്വയർ + 1² ആണ്. f2 of s എന്ന് വെച്ചാൽ 1/s + 1 ഹോൾ സ്ക്വയർ + 1² ആണ്. ക്യാപിറ്റൽ f1 of t എന്ന് പറഞ്ഞാൽ എന്താണ്, L ഇൻവേഴ്സ് ഓഫ് സ്മോൾ f1 of s ആണ്. എന്താണ്, L ഇൻവേഴ്സ് ഓഫ് s + 1/s + 1 ഹോൾ സ്ക്വയർ + 1² ആണ്. എന്നിട്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫോമുല, എന്താ L ഇൻവേഴ്സ് ഓഫ് s - a/s - a² + k² എന്ന് പറയുന്ന ഫോമുല അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ എല്ലാം പ്ലസ് ആണ്. അപ്പോൾ ആ പ്ലസ്സിനെ മൈനസ് ആക്കണം. നമുക്കറിയാം +1 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ L ഇൻവേഴ്സ് ഓഫ് s - 1/s - 1 ഹോൾ സ്ക്വയർ + 1² e−t × cos t ആണ്. അപ്പോൾ ക്യാപിറ്റൽ F2 of t, അപ്പോൾ അതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു, ക്യാപിറ്റൽ F1 of t എന്ന് വിളിച്ചു. ആൻഡ് ക്യാപിറ്റൽ F2 of t എന്ന് വെച്ചാൽ എന്താണ്, L ഇൻവേഴ്സ് ഓഫ് f2 of s ആണ്. f2 of s എന്തായിരുന്നു, L ഇൻവേഴ്സ് ഓഫ് 1/s + 1 ഹോൾ സ്ക്വയർ + 1². അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോമുല ഉണ്ട്, നേരത്തെ അപ്ലൈ ചെയ്ത അതേ ഫോമുല തന്നെ. ഏതാ, L ഇൻവേഴ്സ് ഓഫ് s - a ഹോൾ സ്ക്വയർ + k² എന്ന് പറഞ്ഞാൽ e−at sin kt ആണ്. പക്ഷേ അവിടെ ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, എല്ലാം -a ആണ്, പക്ഷേ ഇവിടെ എല്ലാം പ്ലസ് ആണ്. സോ ഇവിടുത്തെ +1നെ മൈനസ് ആക്കണം. സോ അതിന് പ്ലസ്സിനെ മൈനസും ഡിവൈഡ് ചെയ്യാം. സോ L ഇൻവേഴ്സ് ഓഫ് 1/s - -1 ഹോൾ സ്ക്വയർ + 1² എന്ന് പറയുമ്പോൾ ഈ ഫോമുലയിൽ a -1y k 1y. സോ e−t sin t എന്ന് പറഞ്ഞ് വരും. ഇനി കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാം, കാരണം ക്യാപിറ്റൽ F1 സ്മോൾ f2 കിട്ടി. അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് s + 1/s² + 2s + 2 ഹോൾ സ്ക്വയർ എന്താണ്, L ഇൻവേഴ്സ് ഓഫ് f1 of s × f2 of s ആയി. മനസ്സിലായി? അപ്പോൾ ഏത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നാലും ആദ്യം ഇതിനകത്തൊരു പ്രോഡക്റ്റ് ഫോം കൊണ്ടുവരണം, എന്നിട്ട് ഈ ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ 0 to t ക്യാപിറ്റൽ F1 of t - z × ക്യാപിറ്റൽ F2 of z dz. ഇനി
ക്യാപിറ്റൽ F1 ഓഫ് Z എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ F1 ഓഫ് Z എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ F1 ഓഫ് T മൈനസ് Z എന്ന് പറയും. F1 ഓഫ് T ആണെങ്കിൽ e⁻t cos T. ഇപ്പോൾ ക്യാപിറ്റൽ F1 ഓഫ് T മൈനസ് Z എന്താ? e⁻t മൈനസ് Z cos ഓഫ് T മൈനസ് Z. ഇനി ക്യാപിറ്റൽ F2 ഓഫ് T എന്തായിരുന്നു? e⁻t sin T. അപ്പോൾ ക്യാപിറ്റൽ F2 ഓഫ് Z എന്താണ്? e⁻z sin Z dz. ഇനി നമ്മളെന്താ e⁻t മൈനസ് ഓഫ് T മൈനസ് Z ഞങ്ങൾ e⁻t പ്ലസ് Z എന്ന് എഴുതാം ഇൻറ്റു കോസ് ഓഫ് T മൈനസ് Z e⁻z sin Z dz. ഇതിൽ 0 to T e⁻t e⁻m ഇൻറ്റു e⁻n എന്താ? e⁻m പ്ലസ് n e⁻t പ്ലസ് Z മൈനസ് Z കോസ് ഓഫ് T മൈനസ് Z sin Z dz എന്ന് എഴുതാം. പ്ലസ് Z മൈനസ് Z പവറിലുള്ളതും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to T e⁻t ഇൻറ്റു കോസ് ഓഫ് T മൈനസ് Z ഇൻറ്റു sin Z dz. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to T. പിന്നെ e⁻t ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു Z ആയതുകൊണ്ട് ഇവിടുത്തെ e⁻t കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തു. സോ e⁻t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T കോസ് ഓഫ് T മൈനസ് Z ഇൻറ്റു sin Z dz. ആൻഡ് e⁻t ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത അതേ ഫോമുല, ഇതെന്താ 2 sin A cos B എന്നുള്ള ഫോമുലയിലാക്കാം. പക്ഷേ ഇവിടെ ഒരു 2ന് വ്യത്യാസം ഉള്ളതുകൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്തു, ചേഞ്ച് ചെയ്തായിരിക്കും ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ ഡിനോമിനേറ്റർ വന്നതും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തെടുത്തു. 1/2 ഇൻറ്റു e⁻t ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T 2 ഇൻറ്റു കോസ് ഓഫ് T മൈനസ് Z sin Z dz. അതായത് 1/2 ഇൻറ്റു e⁻t ഇൻ്റഗ്രൽ 0 to T 2 sin Z കോസ് ഓഫ് T മൈനസ് Z dz. 2 sin A cos B എന്താ? സൈൻ ഓഫ് A പ്ലസ് ബി സൈൻ ഓഫ് A മൈനസ് ബി. ഇവിടെ എയുടെ സ്ഥാനത്ത് Z ബിയുടെ സ്ഥാനത്ത് T മൈനസ് Z. സോ മറ്റേ കോൺസ്റ്റൻ്റ് പുറത്തുണ്ട്. ഇൻ്റഗ്രൽ 0 to T സൈൻ ഓഫ് Z പ്ലസ് T മൈനസ് Z പ്ലസ് സൈൻ ഓഫ് Z മൈനസ് ഓഫ് T മൈനസ് Z dz. Z പ്ലസ് Z മൈനസ് Z ഇവിടുത്തത് ക്യാൻസലായിപ്പോയി. ഇവിടുത്തത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ Z, അപ്പോൾ ആദ്യത്തേനകത്ത് സൈൻ T വരും, രണ്ടാമത്തേനകത്ത് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ഓഫ് Z മൈനസ് T പ്ലസ് Z എന്ന് വരും. അതായത് സൈൻ ഓഫ് 2Z മൈനസ് T എന്ന് വരും. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെയും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സൈൻ T കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഇൻ്റഗ്രൽ 0 to T 1 dz എന്ന് പറഞ്ഞാൽ എന്തൊരു Z വരും. ലിമിറ്റ് ഫ്രം 0 to T സൈനിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ? മൈനസ് കോസ് ഓഫ് 2Z മൈനസ് T ബൈ എന്താ? -2 കൂടെ വരും. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ 1/2 e⁻t സൈൻ T ഇൻറ്റു സെഡിൻ്റെ സ്ഥാനത്ത് കൊടുക്കുമ്പം T മൈനസ് 0. ഇവിടെ എന്ത് വരും എന്നറിയാമോ? മൈനസ് ഓഫ് സെഡിന് T കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് ഇവിടെ ഒരു മൈനസ് അല്ല, വെറും 1/2 ഉണ്ട്. കാരണം കോസ് 2Z മൈനസ് T അല്ലേ എക്സിന് പോലെ. അപ്പം നമ്മൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എഴുതുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു 1/2 കൂടെ ഉണ്ട്. 1/2 ഇൻറ്റു മൈനസ് കോസ് ഓഫ് 2T മൈനസ് T മൈനസ് ഓഫ് കോസ് ഓഫ് 2 ഇൻറ്റു 0 മൈനസ് T. സെഡിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1/2 ഇൻറ്റു e⁻2T സൈൻ T ഇൻറ്റു T പ്ലസ് മൈനസ് കോസ് T പ്ലസ് കോസ് ഓഫ് മൈനസ് T ബൈ 2 എന്ന് വരും. ഇവിടെ എന്താണ്? മൈനസ് കോസ് ഓഫ് മൈനസ് T എന്ന് പറഞ്ഞാൽ എന്താ? കോസ് T തന്നെ ബൈ 2. ഇതങ്ങ് 0 ആയി പോവും. പിന്നെ നമുക്ക് എന്ത് വരും? ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. 1/2 ഇൻറ്റു e⁻t ഇൻറ്റു T സൈൻ T. ഇതാണ് ആ ലാപ്ലേസ് ട്രാൻസ്ഫോം. ആ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇതാണ് ഇത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. സാധാരണ രീതിയിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പാർഷ്യൽ ഫ്രാക്ഷനും കൺവല്യൂഷനും ഉണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺവല്യൂഷനാണ് ഇത്. സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതാത് മെത്തേഡ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് മൂന്നാമത്തെ പ്രോബ്ലം, ലാസ്റ്റ് പ്രോബ്ലം ആണ്. L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 1. ഇവിടെ നമുക്ക് ഈസിയാണ്. ഇവിടെ നോക്കിയേ, സ്പ്ലിറ്റഡ് ഫോമിലാണ്. കാരണം 1നെ 1 ഇൻറ്റു 1 എന്ന് എഴുതുവാണെങ്കിൽ ഇതിനകത്തൊരു പ്രോഡക്റ്റ് വരും. 1/s² ഇൻറ്റു 1/s² പ്ലസ് 1. അപ്പോൾ ഓൾറെഡി ഇത് സ്പ്ലിറ്റഡ് ഫോമിലായതുകൊണ്ട് ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ആദ്യത്തേനെ F1 ഓഫ് എസ് എന്ന് വിളിച്ചു, രണ്ടാമത്തെ പാർട്ടിനെ F2 ഓഫ് എസ് എന്ന് വിളിച്ചു. സോ L ഇൻവേഴ്സ് ഓഫ് F1 ഓഫ് എസ് ഇൻറ്റു F2 ഓഫ് എസ്. F1 ഓഫ് എസ് ആണ് 1/s², F2 ഓഫ് എസ് ആണ് s² പ്ലസ് 1². ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ F1 ഓഫ് സ്മോൾ F1 കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ F1 ഓഫ് T എന്താ? L ഇൻവേഴ്സ് ഓഫ് സ്മോൾ F1 ഓഫ് എസ്. L ഇൻവേഴ്സ് ഓഫ് 1/s² എന്താ? T നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ക്യാപിറ്റൽ F2 ഓഫ് T. ക്യാപിറ്റൽ F2 ഓഫ് T എന്ന് വെച്ചാൽ എന്താണ്? L ഇൻവേഴ്സ് ഓഫ് F2 ഓഫ് എസ് ആണ്. F2 ഓഫ് എസ് എന്താണ്? L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 1² ആണ്. നമുക്കറിയാം L ഇൻവേഴ്സ് ഓഫ് k/s² പ്ലസ് k² എന്താണ്? സൈൻ KT. അപ്പോൾ അതെല്ലാം കറക്റ്റ് ഫോമിൽ തന്നെയാണ്. ഇവിടെ K1 ആണ്, ഇവിടെ K1 ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് k² എന്താണ്? സൈൻ KT. ഇവിടെ K1 ആയതുകൊണ്ട് സൈൻ T. അതാണ് ക്യാപിറ്റൽ F2. ഇത് നമ്മൾ ഫോമിലേക്കകത്തോട് കൊടുക്കുന്നു.
ഫോമുലയ്ക്കകത്തോട് കൊടുക്കുമ്പോഴത്തേക്കിന് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 1 എൽ ഇൻവേഴ്സ് ഓഫ് f1 ഇൻറ്റു f2 അതായത് എന്താ അത് ഇൻ്റഗ്രൽ 0 ടു ടി ക്യാപിറ്റൽ F1 ഓഫ് ടി മൈനസ് ഇസഡ് ക്യാപിറ്റൽ F2 ഡി സെഡ് F1 ഓഫ് ടി ക്യാപിറ്റൽ F1 ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ടി ആണ്. അപ്പോൾ ക്യാപിറ്റൽ F1 ഓഫ് ടി മൈനസ് ഇസഡ് എന്ന് വെച്ചാൽ എന്താ ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് ഇസഡ്. അങ്ങനെയാണ് ഇവിടെ ടി മൈനസ് ഇസഡ് വന്നത്. ഇനി ക്യാപിറ്റൽ F2 ഓഫ് ടി സൈൻ ഇസഡ് ആണ്. ക്യാപിറ്റൽ F2 ഓഫ് ഇസഡ് എന്താണ് സൈൻ ഇസഡ്. സോ ഇൻ്റഗ്രൽ 0 ടു ടി മൈനസ് ഇസഡ് ഇൻറ്റു സൈൻ ഇസഡ് ഡി സെഡ്. ഇത് പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ടി മൈനസ് ഇസഡ്, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ഇസഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് കോസ് ഇസഡ് ലിമിറ്റ് ഫ്രം 0 ടു ടി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ടി മൈനസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് -1 ഇൻറ്റു എന്താണ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ഇസഡിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് മൈനസ് കോസ് ഇസഡ് ഡി സെഡ്. സോ ലിമിറ്റ് കൊടുക്കണം ഇവിടെ ഇസഡിന്. അപ്പം ടി മൈനസ് ടി ഇൻറ്റു മൈനസ് കോസ് ടി മൈനസ് ടി മൈനസ് 0 ഇൻറ്റു മൈനസ് കോസ് 0 മൈനസ് ഇൻ്റഗ്രൽ, അതായത് ഇവിടെ പുറത്തൊരു മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി ഉണ്ട്. ഈ കോസിൻ്റെ കൂടെ വരുന്നത് കോസ് ഇസഡിൻ്റെ അകത്തുള്ള ആ മൈനസും പ്ലസ്സായി നമുക്ക് എന്താ നേട്ടം എന്താ മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി. ഇവിടുത്തെ മൈനസും പ്ലസ്സായി ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്. സോ മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി കോസ് ഇസഡ് ഡി ഇസഡ് എന്നും പറഞ്ഞ് വരും. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പാർട്ട് 0 ആയി പോകും. സെക്കൻഡ് പാർട്ടിൽ ഈ മൈനസും ചേർന്ന് പ്ലസ്സായി പ്ലസ് ടി വരും. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ടി കോസ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞ് വരും ഇല്ലേ. ഇപ്പോൾ ടി മൈനസ് ഇൻ്റഗ്രൽ കോസ് ഇസഡ് ഡി ഇസഡ് എന്താണ്, പുറത്തൊരു മൈനസ് ഉണ്ട്. സൈൻ ഇസഡ് ലിമിറ്റ് ഫ്രം 0 ടു ടി. അപ്പോൾ ഇസഡിന് ആദ്യം ടി കൊടുക്കുമ്പോൾ ടി മൈനസ് സൈൻ 0 സൈൻ 0 ആണ്. സോ ടി മൈനസ് സൈൻ ടി. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇതാണ് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, ഫോമുല മാത്രം അപ്ലൈ ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യേണ്ട, അതായത് പ്രോഡക്റ്റ് ഫോമിലാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യവും ചെയ്യേണ്ട. ലാസ്റ്റ് പ്രോബ്ലം പ്രോഡക്റ്റ് ഫോമിലായിരുന്നു. അല്ലാത്ത പ്രോബ്ലം എന്തുവാണ് നമ്മൾ അതനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് 2 പ്രോബ്ലം. ഓക്കെ.